എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ കേട്ട ഒരു ഷോക്കിംഗ് ആയ ഒരു വാർത്തയാണ് കവടിയാർ കൊട്ടാരത്തിനകത്ത് കളവ്. 2 കോടി രൂപയോളം വിലയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കുറച്ച് സംശയങ്ങൾ വന്നു. സംശയങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ആ കൊട്ടാരത്തിനകത്ത് അല്ലെങ്കിൽ കൊട്ടാരത്തിൽ പോയിട്ടുള്ളത് കൊണ്ടാണ്. കൊട്ടാരത്തിനകത്ത് കയറിയിട്ടില്ല, കൊട്ടാരത്തിൻ്റെ മുന്നിൽ വരെ പോയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ സംശയങ്ങൾ തോന്നിയത്. അപ്പോൾ അതൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോകൾ എത്തിക്കാൻ പറ്റും. കൊട്ടാരത്തിലെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രസംഗം കേട്ടു കേട്ടോ. അതിനകത്ത് അവർ എന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നെ ഇത്തിൽ കണ്ണി എന്നാണ് വിളിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലിൽ എന്നെ വിശ്വസിച്ച് ഈ ചാനൽ കാണുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് മാത്രമേ എനിക്ക് എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഒരാളുടെ ഇത്തിൽ കണ്ണിയായിട്ട് എനിക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ അപ്പം നിർത്തും. ഇതുവരെയും ഒരാളുടെയും ഇത്തിൽ കണ്ണിയായിട്ട് എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ 14,500 ആവില്ലായിരുന്നു എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട്. ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ലത് എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം യൂട്യൂബ് അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങളെ എടുത്തു വെച്ച് സംസാരിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുവരെയും വിഷയങ്ങളെ തേടി ഞാൻ പോയിട്ടില്ല. എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ, എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല. എൻ്റെ മുന്നിലേക്ക് വരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ പെടുന്ന വിഷയങ്ങൾ, അതിപ്പം സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന വിഷയങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണെങ്കിൽ 3 വർഷം കൊണ്ട് 14,500 ആണോ സബ്സ്ക്രൈബർ കൗണ്ട് വരേണ്ടത്? എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും എൻ്റെ ചാനലിൽ എത്ര വീഡിയോ ഒരു ദിവസം വരാറുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഒരു 3 വീഡിയോ ഞാൻ ഇട്ടത്. അതിലൊരു വീഡിയോ പോലും രേണു സുധിയുടെ ഇല്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ രേണുവിൻ്റെ വിഷയങ്ങൾ എടുക്കാറില്ല, രേണുവിൻ്റെ വാലുകളുടെ വിഷയങ്ങൾ എടുക്കാറില്ല. കാരണം എനിക്ക് ആ കോണ്ടന്റ് മടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് എന്തെങ്കിലും റെലവൻ്റ് ആയിട്ട് അത്രയും സീരിയസ് ആയ വിഷയം വരുമ്പോൾ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാനത് എടുക്കാത്തത്. പക്ഷേ ഇപ്പോൾ പുറത്ത് കേൾക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ദേവ് ഇത്തിൽ കണ്ണിയായിട്ട് പ്രവർത്തിക്കുകയാണ്, ദേവ് കാരണമാണ് പല ആൾക്കാരും കോണ്ടന്റുകൾ ചെയ്യുന്നത്, ദേവും കൂടി ചേർന്നുകൊണ്ടാണ് ഈ കോണ്ടന്റുകൾ ചെയ്യിക്കുന്നത്, ദേവ് കാരണമാണ് ഈ വ്യക്തി ഇന്ന് ലൈവ് പോയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം, ഈ ലൈവ് പോയ വ്യക്തിയെക്കുറിച്ച് ഇന്ന് വരെ ഞാൻ എച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് ഞാൻ 2 വീഡിയോ ചെയ്തു. ആ 2 വീഡിയോയും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാനൊന്നുമില്ല. എനിക്ക് ബ്ലെയിം ചെയ്ത് ആ വ്യക്തിയെ ഇതിലേക്ക് വലിച്ചടിച്ച് ഒരു വിഷയം ഉണ്ടാക്കാനും കോണ്ടന്റ് ഉണ്ടാക്കാനും താല്പര്യമില്ല. അതവർ പറഞ്ഞു, അവരുടെ ഫ്രസ്ട്രേഷൻ തീർത്തു, ഓക്കെ, അതങ്ങനെ പൊക്കോട്ടെ. പക്ഷേ എനിക്കറിയാം, എൻ്റെ മനസാക്ഷിക്ക് അറിയാം, ഞാൻ ഇന്നുവരെയും ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഒരാളെ ദ്രോഹിച്ചിട്ടില്ല, അങ്ങനെ ദ്രോഹിക്കാൻ ആർക്കും കൂട്ടു നിന്നിട്ടുമില്ല. ഇത് മാത്രമാണ് എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആളുടെ പേരോ ആളുടെ വിഷയങ്ങളോ ഒന്നും ഞാൻ ഇതിനകത്ത് വലിച്ചിടുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കൈകൾ അല്ലെങ്കിൽ ഈ മനസ്സ് ഇന്ന് വരെയും ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഇതെനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. ഒരാളുടെയും ഇത്തിൽ കണ്ണിയായിട്ട് എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല. ഞാനൊരു ആണാണെന്ന് തെളിയിക്കാൻ ഒരു വീഡിയോ ഇട്ട് തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല. ഓക്കെ, ഞാനിത് ഇതിനകത്ത് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഏതാണെന്നൊക്കെ ഇത് കണ്ടവർക്ക് കേട്ടവർക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ വായ്ത്താളം അടിക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും ആവട്ടെ, അവർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, പറഞ്ഞു തീർക്കട്ടെ. അത് കണ്ടവർക്ക് കുറച്ച് പേർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയെങ്കിലും സംസാരിക്കുന്നത്. ഒരാളെയും ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ കൂട്ട് നിന്നിട്ടില്ല. എൻ്റെ ചാനലിൽ കൂടി ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. എനിക്കൊരാളുടെ അഭിപ്രായം കടമെടുക്കേണ്ട ആവശ്യം ഇന്നുവരെ വന്നിട്ടില്ല. പിന്നെ വേറൊരു വ്യക്തിയുമായിട്ട് ഞാൻ കൂടെ ചേർന്ന് നിന്നിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നതെന്ന് പറയുന്നു. ആ വ്യക്തി എടുക്കുന്ന കോണ്ടന്റ് എൻ്റെ കോണ്ടന്റ് ആയിട്ടില്ല, ഞാൻ എടുക്കുന്ന കോണ്ടന്റ് അവരുടെയും കോണ്ടന്റ് ആയിട്ടില്ല. ഒരു വിഷയം വരുമ്പോൾ കാണുന്ന കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ പറയുന്ന കാര്യങ്ങളിൽ തെളിവ് വെച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും തെളിവ് വെച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ചെയ്തൊരു കാര്യം, ഒരു കോൺഫറൻസ് കോളിൽ ഞാനൊരു ഭാഗമായിരുന്നു. അതിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം പറഞ്ഞു എന്ന് തോന്നിയത് കൊണ്ട് അവരോട് ചോദിച്ചു, എന്തിനങ്ങനെ പറയാൻ പോയി എന്ന് ചോദിച്ചു. ഇതാണ് ഞാൻ ചെയ്തൊരു തെറ്റ്. അങ്ങനെ ചോദിച്ചു, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ കാരണമാണ് ഇന്ന് ലൈവ് ചെയ്തതെന്ന് അവർ പറഞ്ഞു. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. ഞാൻ കാരണം അവർക്ക് ലൈവിൽ കുറച്ച് അധികം ആൾക്കാർ വന്നല്ലോ, അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഇന്നലെ രാത്രി ഇതേ വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ആ ഒരു കോൺഫറൻസ് കോളിലല്ലാതെ പിന്നെ ഇന്ന് വരെ ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടില്ല, ആ വ്യക്തിയുടെ കാര്യം പോലും സംസാരിച്ചിട്ടില്ല. പിന്നെ വേറെ കുറേ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല, അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. ഞാൻ ഇതൊരു വിഷയമാക്കാനോ ഇതൊരു കോണ്ടന്റ് ആക്കാനോ ഇതിൽ തെളിവുകളുമായിട്ട് വരാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ തെളിവുകളില്ലാഞ്ഞിട്ടോ എനിക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല. എനിക്ക് ആ ലൂപ്പിൽ കടന്ന് കറങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കവടിയാർ കൊട്ടാരത്തിലെ കളവ്. ഒരു വാർത്ത നമുക്ക് കേൾക്കാം. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്, അത് നമുക്ക് കേൾക്കാം. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. ഇരുമ്പ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി വിലമതിക്കുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. കഴിഞ്ഞ നവംബറിലാണ് നഷ്ടമായതെങ്കിലും കൊട്ടാരത്തിൽ നടത്തിയ വിശദ പരിശോധനയിലും കണ്ടെത്താതിരുന്നതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പേരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തലമുറകൾ കൈമാറി വന്ന അമൂല്യ സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളും ഉൾപ്പെടെയാണ് നഷ്ടമായത്.
നവംബറിൽ ഇരുമ്പലമാരയിൽ വെച്ചിരുന്ന സ്വർണം കുടുംബം കേരളത്തിന് പുറത്തൊരു വിവാഹത്തിൽ പങ്കെടുക്കാനും പോയി. തിരിച്ചു വന്നതിന് ശേഷമാണ് നഷ്ടമായതായി മനസ്സിലാക്കുന്നത്. കൊട്ടാരത്തിൽ തന്നെ എവിടെയെങ്കിലും മാറി വെച്ചിരുന്നതെന്ന് വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് പരാതി നൽകാൻ തീരുമാനിച്ചത്. പേരൂർക്കട പോലീസിന് ഗൗരി ലക്ഷ്മിഭായ് നൽകിയ പരാതി അനുസരിച്ച് 2 കോടിയുടെ ആഭരണങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. ഇത് കവടിയാർ കൊട്ടാരത്തിൽ നടന്ന കവർച്ച നവംബറിലാണ് കവർച്ച നടന്നതായിട്ട് പറയുന്നത്. നവംബറിൽ നടന്ന കവർച്ചയ്ക്ക് കംപ്ലൈൻറ്റ് പോയേക്കുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും ഞാൻ കുറേ ആലോചിച്ചു. അപ്പം പറയുന്നതെന്ന് പറയുന്നത് അന്വേഷിച്ചു, ഒരുപാട് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, പല റൂമുകളിലും കയറി നോക്കി. പക്ഷേ അവിടെയൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ കംപ്ലയിൻറ്റ് കൊടുത്തത്. എന്നാലും 4 മാസം വേണം ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ. എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യമാണ്, 4 മാസം വേണം. ഇതെങ്ങനെ അറിഞ്ഞു 4 മാസം മുൻപാണ് കളവ് പോയതെന്ന്? അപ്പോൾ പറയാം, ഇവർ ആ യാത്ര പോയ സമയത്താണ് പോയതെന്ന് പറയാം. പക്ഷേ എന്നാലും ഈ കംപ്ലയിൻറ്റ് കൊടുക്കാൻ എന്തുകൊണ്ട് 4 മാസം എടുത്തു എന്ന് എന്നെ ചിന്തിപ്പിച്ചു. ഇനി നമുക്ക് ആ കംപ്ലയിൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതോ പ്രതിക്ക് ആവലാതിക്കാർ താമസിച്ചു വന്നിരുന്ന കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന വസ്തുവകകൾ മോഷണം ചെയ്തെടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 2025 ഒക്ടോബർ നവംബർ മാസത്തിന് ഇടയ്ക്കുള്ള ഏതോ സമയം കള്ളൻ ആവലാതിക്കാർ താമസിച്ചു വന്നിരുന്ന കവടിയാർ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി ആവലാതിക്കാരിയുടെ കിടപ്പറയിലെ ഇരുമ്പ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഓറഞ്ച് നിറത്തിലുള്ള പവിഴവും സ്വർണ്ണമുത്തും ഇടകലർന്ന സ്വർണ്ണ ചെയിൻ ഉദ്ദേശം 1/2 പവൻ, പിച്ചിപ്പൂ മൊട്ട് ഡിസൈനിലുള്ള സ്വർണ്ണ പാദസരം ഉദ്ദേശം 3 പവൻ, കറുത്ത മുത്തും സ്വർണ്ണമുത്തും ഇടകലർന്ന പാദസരം ഉദ്ദേശം 2 പവൻ, വീതിയുള്ള ഇല ഡിസൈനോട് കൂടിയ 2 വളകൾ ഉദ്ദേശം 4 പവൻ, വീതി കുറഞ്ഞ സ്വർണ്ണ പിരിവള 2 എണ്ണം ഉദ്ദേശം 3 പവൻ, കഞ്ച ചോപ്പുകല്ല് പതിപ്പിച്ച വലിയ 2 കമ്മലും തൂക്കും അത് വില നിശ്ചയമില്ല, സ്വർണത്തിൽ പച്ച ഇനാമൽ 2 ഇലയും നടുക്ക് വെള്ള ഇനാമൽ ശംഖും പതിച്ച സ്വർണ്ണ പതക്കവും സ്വർണ്ണ പിരിച്ചെയിനും 2.5 പവൻ, സ്വർണ്ണ കുഴി മിന്നുമാല ഉദ്ദേശം 5 പവൻ, പച്ചക്കല്ല് പതിച്ച നാഗപടം കമ്മലും മാലയും പതക്കവും ഉദ്ദേശം 8 ലക്ഷം രൂപ വില വരുന്നത്, സ്വർണ്ണക്കമ്മലും ഇല ഡിസൈനോട് കൂടിയ മാട്ടിയും ഉദ്ദേശം 2 പവൻ, റൂബി കല്ലുകളും ഡയമണ്ടുകളും പതിച്ച വീതിയുള്ള ഒഴുക്കൻ വള 2 എണ്ണം ഉദ്ദേശം 6 പവൻ, വളരെ നേർത്ത ചെയിനിൽ പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ പതക്കവും ചെയിനും ഉദ്ദേശം 1 പവൻ, 1 പവൻ വീതം തൂക്കം വരുന്ന 5 കുതിരപ്പവൻ നാണയങ്ങളും എന്നിവ ഉൾപ്പെടെ ആകെ 2 കോടിയോളം രൂപ വില വരുന്ന മുതലുകൾ മോഷണം ചെയ്തെടുത്ത് കൊണ്ടുപോയി. പ്രതി മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് എഫ്ഐആറിലുണ്ടായിരുന്ന വിവരങ്ങൾ. ഇത്രയും സ്വർണം എടുക്കണമെങ്കിൽ പുറത്തുനിന്നൊരാൾക്കും അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം കവടിയാർ പാലസ് എന്ന് പറയുന്നത് കവടിയാർ ജംഗ്ഷനിലിരിക്കുന്ന ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്, വലിയൊരു കൊട്ടാരമാണ്. അതിൻ്റെ എൻട്രൻസ് തന്നെ ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ 2 സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയില്ല, ഞാൻ അങ്ങോട്ട് നോക്കാറില്ല. അത് പോരാഞ്ഞിട്ട് ഉള്ളിലോട്ട് പോകും തോറും കുറച്ച് ദൂരമുണ്ട് ഈ കൊട്ടാരത്തിലേക്ക് എത്താനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഫ്രണ്ടിൽ സെക്യൂരിറ്റിമാരുണ്ട്. ഇവരെല്ലാം കടത്തി വെട്ടി അകത്ത് കയറിയാൽ പോലും അകത്ത് 100-150 മുറികളുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന തമ്പുരാട്ടി താമസിക്കുന്ന ആ റൂം അത് ഏതാണെന്ന് അറിയണമെങ്കിൽ പുറത്തൊരാൾക്കും പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അവരുടെ റൂമിൽ കയറിയിട്ട് താക്കോലെടുത്ത് ഈ ഇരുമ്പലമാര തുറക്കുക എന്നൊക്കെ പറയുന്നത് വിശ്വസനീയമല്ല, വിശ്വസിക്കാൻ പറ്റില്ല കാര്യം. നമുക്ക് ബാക്കി കേൾക്കാം. നാഗപടക്കമ്മലും മാല തുടങ്ങിയവയും നഷ്ടമായവയിൽ വരുന്നു. പോലീസ് കൊട്ടാരത്തിൽ ഉള്ളവരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്വർണ്ണാഭരണങ്ങളെപ്പറ്റിയും ഇരുമ്പ് അലമാരയെപ്പറ്റിയും ധാരണയുള്ളവർ ആരെങ്കിലും എടുത്തതാണെന്നതാണ് പ്രാഥമിക സംശയം. ഉറപ്പായിട്ടും എൻ്റെ സംശയം അത് തന്നെയാണ്. അവിടെയുള്ള ജോലി ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഈ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇവർക്ക് അടുത്തറിയുന്ന ആരെങ്കിലും അല്ലാതെ മറ്റു പുറത്തുനിന്ന് ഒരാൾക്കും, ഒരു കള്ളൻ എന്ന ലേബലിൽ വരുന്ന ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കത് തോന്നുന്നില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് വേറൊരു വാർത്തയോടെ കേൾക്കാം. തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിലെ കവർച്ചാ കേസ്. ആ കേസിൽ അന്വേഷണം വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു ഉന്നതതല യോഗം സിറ്റി പോലീസ് കമ്മീഷൻ വിളിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിനൊരു പ്രത്യേക ടീമിനെ രൂപീകരിച്ചേക്കും. കൊട്ടാരം ജീവനക്കാരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു. കൊട്ടാരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാകാം ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. സലാം ബി ഹൈദ്രോസ് നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലാം, ഗുഡ് മോർണിംഗ്. ഈ 2 കോടി രൂപയുടെ അമൂല്യമായ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഗൗരിഭായിയുടെ മുറിയിൽ നിന്നാണ്, ലോക്കറിൽ സൂക്ഷിച്ചിരുന്നതാണ്. എന്തൊക്കെ സൂചനകളാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്? ഗുഡ് മോർണിംഗ് പി ജി. ഞാനിപ്പോൾ ഉള്ളത് കവടിയാർ കൊട്ടാരത്തിന് മുന്നിലാണ്. ഏറെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. പി ജി സൂചിപ്പിച്ച പോലെ വെറും 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇതിനപ്പുറം ഏറെ ആൻറ്റിക് വാല്യൂ ഉള്ള, അതിനപ്പുറത്തേക്ക് വിലമതിക്കുന്ന ആഭരണങ്ങളാണ് ഇവിടുന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 13 ശേഷം ഇത് നഷ്ടപ്പെട്ടു എന്നാണ് ഗൗരി ലക്ഷ്മിഭായ് ഈ പരാതിയിൽ പറയുന്നതെങ്കിൽ പോലും പക്ഷേ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് മാത്രമാണ് പോലീസിൽ ഒരു രേഖാമൂലമുള്ള പരാതി ഈ കൊട്ടാരം നൽകിയിരിക്കുന്നത്. എന്നെ ചിന്തിപ്പിച്ച വേറൊരു ചോദ്യമാണ്, നവംബറിൽ കളവ് നടന്നൊരു കാര്യം, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇതിപ്പോൾ
മാർച്ച് 4 മാസമായി. ഈ 4 മാസം വേണം ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട്. ഇനി എന്തൊക്കെ അന്വേഷണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞാലും 4 മാസം വേണോ? എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ മനസ്സിൽ കൂടെ പോയ ചില ചിന്തകൾ ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഒന്നുകിൽ ഈ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് ആരോ ഒരാൾ ചെയ്തൊരു കാര്യമാണ്. 2 കോടി രൂപയോളം വിലയുള്ള ഇത്രയധികം സ്വർണ്ണങ്ങൾ എടുക്കണമെങ്കിൽ അത് അവിടെ അറിവുള്ള ആർക്കെങ്കിലും മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇൻഷുർഡ് ആയിരിക്കുമല്ലോ ഈ ആഭരണങ്ങൾ. ചിലപ്പോൾ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി, ഞാൻ എപ്പോഴും പറയുന്നു അത് തെളിവുകളില്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ കൂടെ പോയ തോട്ടുകൾ ഇതൊക്കെയാണ്. അതല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ചെയ്തു വെച്ച ഒരു ക്രൈം. ഇതിനുശേഷം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് പ്രാഥമിക അന്വേഷണം മാത്രമാണ് പേരുകട പോലീസ് ഇതിൽ നടത്തിയിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധർ വന്നു, അതുപോലെ വിരലട വിദഗ്ധർ വന്നു, തെളിവുകൾ ശേഖരിച്ചു. ഇതിനുശേഷം കൊട്ടാരത്തിലെ ചില ജീവനക്കാരുടെ മൊഴി ഇന്നലെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് ശേഖരിച്ചു. ഇന്നും ചില ജീവനക്കാരോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പേരുക്കട സ്റ്റേഷനിൽ പുതിയ ഇൻസ്പെക്ടറും പ്രിൻസിപ്പൽ SIയും ചുമതലയേൽക്കുകയാണ്. ഇവർ ചുമതലയേറ്റ ശേഷം ഇന്ന് ഉച്ചയോടെ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുകയാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ ഒരു കൊട്ടാരത്തിനകത്ത് 100-150 മുറികളുണ്ട്. ഇതിനകത്ത് ഈ തമ്പുരാട്ടി ഏത് മുറിയിലാണ് താമസിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവിടെ ഉള്ള ഒരാൾക്കല്ലേ പറ്റുള്ളൂ. ഈ കൊട്ടാരവുമായിട്ട് ബന്ധമുള്ള ഇവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്നൊരാൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലവും കൂടിയാണ്. ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ജന്മദിനം അല്ലെങ്കിൽ ചരമദിനം ഈ ദിവസമല്ലാതെ പുറത്തുനിന്നൊരാൾക്കും അവിടേക്ക് പ്രവേശനമില്ല, അനാവശ്യമായിട്ട് പ്രവേശനമില്ല. അതും അവിടെ അങ്ങനെ ഒരു പ്രവേശനം വയ്ക്കുന്നെങ്കിൽ പോലും അവർ കൊട്ടാരം വരെ ഒന്നും വയ്ക്കില്ല. പാർക്ക് പോലൊരു ഏരിയ ഉണ്ട് അവിടെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ. ആ പാർക്കിൻ്റെ സൈഡ് വരെ മാത്രമേ പബ്ലിക്കിന് പ്രവേശനമുള്ളൂ. അതും സ്കൂൾ കുട്ടികൾക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടി ഉള്ള പ്രവേശനമാണ് അവർ വെച്ചിട്ടുള്ളത്. അത് ജന്മദിനത്തിനാണോ അതോ ചരമദിനത്തിനാണോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഒരിക്കൽ അതിനും പോയിട്ടുണ്ട്. ഇത്രയും റെസ്ട്രിക്ഷൻ ഉള്ളൊരു സ്ഥലത്ത് പുറത്തുനിന്ന് ഒരാൾക്കും ഒരു കാരണവശാലും അകത്ത് കയറിയിട്ട് കളവ് നടത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഞാനത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാനത് വിശ്വസിക്കില്ല. ഇത് ഉള്ളിലുള്ള ആരോ ഒരാൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ആരോ ഒരാൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങൾ അത് തെളിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ എന്തായാലും ഈ കേസ് വിടാൻ പോകുന്നില്ല. പ്രഷർ അത്രമാത്രം ഉണ്ടാവും. സോ അവരത് തെളിയിക്കാതൊന്നും ഇരിക്കില്ല. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്, ഇത് ഉറപ്പുള്ളൊരു കാര്യമല്ല കേട്ടോ. ഇതെൻ്റെ സംശയം മാത്രമാണ്. ഞാൻ എൻ്റെ സംശയം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ബാക്കിയേക്കാം. നിലവിൽ പോലീസ് എത്തിയിരിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം, ഈ കൊട്ടാരത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ കൊട്ടാരവുമായും അതുപോലെ തന്നെ ഗൗരിലക്ഷ്മിയുടെ കിടപ്പുമുറിയുമായും വ്യക്തമായ ധാരണയുള്ളവരാകാം ഈ മോഷണത്തിന് പിന്നിൽ എന്നാണ് പോലീസിൻ്റെ ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഈ കൊട്ടാരത്തിൻ്റെ 3 നിലകളാണുള്ളത്, 100 മുറികളുണ്ട്. ഇതിൽ ഗൗരിലക്ഷ്മിയുടെ കിടപ്പുമുറി 2ാം നിലയിലാണ് ഉള്ളത്. ഈ കിടപ്പുമുറിയിലെ ലോക്കറിലാണ് ഈ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. മാത്രമല്ല ഈ ലോക്കറിൻ്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് മറ്റൊരു പെട്ടിയിലാണ്. ആ പെട്ടിയിൽ നിന്നും താക്കോൽ എടുത്ത ശേഷമാണ് ഈ ലോക്കർ. കേട്ടല്ലോ, ഈ എൻട്രൻസ് കടന്ന് അകത്ത് പോകണം. അകത്ത് പോയിട്ട് ഈ 100 റൂമുകളിൽ ഇവരുടെ റൂം കണ്ടെത്തണം. ആലോചിക്കണം, 100 റൂമുകളോളം ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് 2nd ഫ്ലോറിലാണ് ഇവരുടെ റൂമെന്ന് പറയുന്നു. പുറത്തുനിന്നൊരാൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? അവിടെ ചെന്ന് ഈ ലോക്കറിൻ്റെ താക്കോൽ കിട്ടണമെങ്കിൽ വേറൊരു താക്കോൽ എടുക്കണം. അത് വെച്ച് ഈ ഇരുമ്പ് അലമാര തുറന്ന് വേണം ലോക്കർ കാണാൻ. ലോക്കറിൻ്റെ കീ വെച്ച് വേണം ലോക്കർ തുറക്കാൻ. ഇത്രയും കടമ്പകൾ കിടക്കണമെങ്കിൽ ആ കൊട്ടാരവുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. പുറത്തുനിന്ന് ഒരാൾക്കും അറിയില്ല. കാരണം പബ്ലിക്കിന് അറിയില്ല കൊട്ടാരത്തിനകത്ത് എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ മുറികളുണ്ട്, എന്തൊക്കെയാണ്, ആരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നു എന്നൊന്നും പബ്ലിക്കിന് അറിയില്ല. പബ്ലിക്കിനകത്തേക്ക് പ്രവേശനമില്ല. അവിടുത്തെ സ്റ്റാഫുകൾക്ക് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉള്ളവരെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർന്ന് ഈ ആഭരണങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നത് മാത്രമല്ല, ഇത് ഒരു ദിവസം കൊണ്ട് മാത്രം ഇത്രയധികം ആഭരണങ്ങൾ എടുക്കാൻ സാധ്യതയില്ല. പല ദിവസങ്ങളായി ഈ മോഷണം നടന്നിരിക്കാം എന്നും പോലീസ് കരുതുന്നു. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇതേ കൊട്ടാരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാകാം ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ കൊട്ടാരത്തിലെ ജീവനക്കാരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തിയിരുന്നത്. ഈ കൊട്ടാരത്തിനകത്തും പുറത്തുമായി 40ഓളം ജീവനക്കാരുണ്ട്. പലരും ഇതിന് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ താമസിക്കുന്നവരാണ്. ചിലരാകട്ടെ പുറത്ത് പോയി വരുന്നവരാണ്. എക്സാക്ട്ലി. ഇപ്പോൾ ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ ചിന്തിച്ചൊരു പോയിന്റ് തന്നെയാണ്. അതിനകത്തുള്ള ആൾക്കാരെ തന്നെ സംശയിക്കേണ്ടതാണ്. അവർ തന്നെ ചോദ്യം ചെയ്ത് വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ അവരെ ചോദ്യം ചെയ്യാൻ നടക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.